ഇന്നെന്താ ഉണ്ടാക്കാൻ പോണ്? ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു തേങ്ങാ ബന്നുണ്ടാക്കാം. ഈ സാധാരണ തേങ്ങാ ബന്നുണ്ടാക്കാൻ ഈസ്റ്റ് ഇട്ട് മാവ് കുഴച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇന്ന് നമുക്ക് ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ എത്രയും വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങാ ബന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന രീതി, സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ബന്ന്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി മാക്സിമം നൈസായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ നല്ല നൈസിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഇതിനുള്ളിൽ വെക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു പാത്രത്തിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. അമ്മ 2 കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? 3 കളർ ഇട്ടുണ്ട്. 3 അല്ല 2 കളർ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ മക്കളെ, ഇങ്ങനെ തന്നെ മിക്സാക്കി എടുക്കണേ. ഇപ്പം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങാ ബന്നിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള മാവ് കലക്കിയെടുക്കാം. ആദ്യം നമുക്കിതിലൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ചിലർക്ക് മുട്ട ഇഷ്ടമല്ല. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് 1/2 കപ്പ് പുളി കുറഞ്ഞ നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് 3 നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ. ഇപ്പം മുട്ടയും പഞ്ചസാരയും സൺഫ്ലവർ ഓയിലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മാവിട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിൽ 1 കപ്പ് പാല് കുറേച്ച ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം, കലക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കുറേച്ചാണ് ഒഴിച്ചു കൊടുത്തത്. അത് എന്താന്ന് വെച്ചാൽ ചില മാവുകൾക്ക് പാല് കൂടുതലും വേണം, കുറച്ചും വേണം. അപ്പം ഇത് കൂടുതൽ കുറച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറേച്ച ഒഴിച്ചു കൊടുക്കണം പറഞ്ഞത്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കലക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നമ്മുടെ മാവ് ഇതാ ഈ ഒരു കട്ടിക്ക് വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മാവും അതിൻ്റെ ഉള്ളിൽ വെക്കണ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങാ ബന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നാൽ കുറച്ച് ബട്ടർ ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര വലിപ്പത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അടിഭാഗം ഒന്ന് വെന്ത് വരട്ടെ. തീ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി കേട്ടോ. നല്ല തീ വെച്ചാൽ അടിയൊക്കെ വല്ലാതെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് മീഡിയം തീ വെക്കാൻ പറഞ്ഞത്. നമ്മുടെ മാവ് കണ്ടില്ലേ മക്കളെ, പൊള്ളമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് കുറച്ച് മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിത് മെല്ലെ മടക്കിയെടുക്കാം. 2 കയ്യിൽ ഉപയോഗിക്കണ എന്തിനാന്ന് പറഞ്ഞാൽ നമുക്കിനി മെല്ലെ അങ്ങനെ മടക്കിയെടുക്കാം. ഓക്കെ. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിടാം. ഇനി നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ തേങ്ങ ബന്ന് എടുക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി അടുത്തതും കൂടി വെച്ച് കൊടുക്കാം. മതി മതി. മെല്ലെ ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ചെറിയ തീ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അവസാനത്തെ സിമ്പിൾ തേങ്ങാ ബന്നും എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ തേങ്ങാ ബന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. ഞാൻ ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം കേട്ടാ. ഇത് കണ്ടില്ലേ? ഞാൻ മുറിച്ചും കൂടി കാണിച്ചു തരാം. സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ മക്കളെ? നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ്. എന്താ തിന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. കറക്റ്റ് തേങ്ങാ ബന്ന് തന്നെ കേട്ടാ. നമ്മൾ സത്യം പറഞ്ഞ ദോശ പോലെ ഉണ്ടാക്കിയെന്ന് പറയില്ല. സാധാ തേങ്ങ ബന്ന് ഉണ്ടാക്കണ എന്താന്ന് പറഞ്ഞാൽ മാവ് കുഴച്ച് ചപ്പാത്തി പോലെ ലൂസിൽ കുഴച്ച് ചപ്പി പരത്തി ഓവനിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മേലെ മിസ്സിങ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ പരത്തി വെച്ച് ഒട്ടി പിടിച്ച് അതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ ആവി വരാൻ ഓവനിൽ ഇങ്ങനെ കാത്തിരിക്കണം. ഞങ്ങളുടെ ഓവന് ചെമ്പീട്ടി ഓവനാണ് കേട്ടോ. അതിൽ കാത്തിരുന്നിട്ട് ഉണ്ടാക്കണം. ഇതങ്ങനെയല്ല. ഇത് നല്ല സിമ്പിളായിട്ട് ദോശ പോലെ 10 മിനിറ്റിൻ്റെ അകത്തിൽ ഉണ്ടാക്കിയെടുക്കണ ഒരു സിമ്പിൾ പലഹാരം തേങ്ങാ ബന്നാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഉമ്മ ഒരു തേങ്ങ ബന്ന് വാങ്ങട്ടെ ചോദിച്ചാൽ വേഗം ഇച്ചിരി മൈദമാവ് എടുക്കുക, കുഴയ്ക്കുക, ഒഴിക്കുക, ഉണ്ടാക്കുക. അത്ര പണിയേ ഉള്ളു. കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുത്താൽ അവർ സന്തോഷത്തോടെ തിന്നും. എല്ലാവരും എല്ലാവരും ഇത് ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ. എല്ലാവരും ഒരു വട്ടെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യാം അല്ലേ? അതെ, കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞില്ലേ?